ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റമാണ് കേട്ടോ. അതായത് 3D സീൻ ക്രിയേഷൻ. പേരൊന്നും കേട്ട് നെട്ടൊന്നും വേണ്ട കേട്ടോ. സംഭവം 3D ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ വീടാവാം, ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പലതും. ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ഒരു വീടാണ് കേട്ടോ. വീടെന്ന് വെച്ചാൽ ഫുള്ളായിട്ടുള്ളതല്ല, അതിൻ്റെ അകവശം ഒരു കുട്ടി ഇങ്ങനെ കളിക്കുന്നതായിട്ടുള്ള ഒരു സീനാണ്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഒരു ബേക്കറി തീമിൽ. പിന്നെ അതാ ഒരു സൂപ്പർ മാർക്കറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വീട്ടിലെ ഗാർഡൻ കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണത്. ഇതൊക്കെ ചെയ്യുമ്പോഴും വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷെ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം ടൈം പിടിക്കും ഇത് ചെയ്ത് തീർക്കാൻ. ഇതുപോലെ ഒരുപാട് തീംസ് ഉണ്ട് കേട്ടോ. ഏകദേശം 20 തീംസാണ് ഇതിൽ വരുന്നത്. ഞാനാകെ 3 ചെയ്തിട്ടുള്ളൂ, ഇത് 4ാമത്തെയാണ്. അപ്പോൾ ഈ ഒരു പേജാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാണുമ്പോൾ വിചാരിക്കും സ്റ്റിക്കേഴ്സ് അങ്ങ് ഒട്ടിച്ചാൽ പോരെന്ന്. സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. എന്നാലും ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ഇതായിരിക്കും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സ്റ്റിക്കേഴ്സൊക്കെ കുറച്ചുള്ളൂ. പക്ഷേ സൂപ്പർ മാർക്കറ്റ്, ബേക്കറിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റിക്കേഴ്സാണ്. അതുകൊണ്ട് ഫുൾ നമുക്ക് കൺഫ്യൂഷൻ ആവുകയും ചെയ്യും, നന്നായിട്ട് തെറ്റ് വരികയും ചെയ്യും. ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഏത് സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ ചില സ്റ്റിക്കേഴ്സൊക്കെ മേലെ ആയിട്ടും താഴെ ആയിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ ആദ്യം ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഇതിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം പിന്നീട് നമുക്കത് പറിച്ചിട്ട് അതിൻ്റെ മേലെ വേറെ വെക്കാനോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഒരു 3D ക്രിയേഷൻ ആർട്ട് കാണുന്നത് ആദ്യം പുള്ളോത്തി എന്ന് പറഞ്ഞ ചാനലിലാണ് കേട്ടോ. പുള്ളോത്തിയുടെ ഒരു ചലഞ്ച് വീഡിയോയിലാണ് ഇങ്ങനെ ഒരു 3D ക്രിയേഷൻസ് കാണുന്നത്. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് നോക്കി ലാസ്റ്റ് വാങ്ങി കേട്ടോ. അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യം വാങ്ങണോ വേണ്ടെന്ന് വെച്ചിരുന്നു. പിന്നെ വാങ്ങി. എന്തായാലും ബോറടിക്കുമ്പോഴൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് സെറ്റാക്കി. ഞാൻ വാങ്ങിയത് 20 എണ്ണം, അതായത് 20 തീം വരുന്ന ഷീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷീറ്റ്സൊക്കെ അവൈലബിൾ ആണ്. 1ഉം 2ഉം തീമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ആർട്ടാണ് കേട്ടോ ഇത്. കാരണം ടൈം പോകുന്നത് അറിയേയില്ല. പിന്നെ ഇതിമേ ഇരുന്നാൽ ഇത് കംപ്ലീറ്റ് ആക്കാണ്ട് നമുക്ക് എണീറ്റ് പോവാനും തോന്നൂല. അടുത്തത് ഏത് വെക്കണം എന്ന് അത്യാവശ്യം നന്നായി ആലോചിച്ചിട്ട് വേണം വെക്കാൻ. കാരണം ഇപ്പോൾ കണ്ടോ, ആ പൂച്ചയുടെ വാല് വരുന്നത് ആ ഒരു ഡ്രോയിങ് ടേബിളിൻ്റെ കാലിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ പൂച്ചനെ വെച്ചതിന് ശേഷമാണ് ആ ഡ്രോയിങ് ടേബിൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ വീണ്ടും പറിച്ചെടുത്തിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റിക്കേഴ്സ് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഒട്ടിക്കാൻ. ഞാൻ ഫസ്റ്റായിട്ട് ഇത് ചെയ്തന്ന് ഫുള്ള് കുളമായി. കാരണം ഒരുപാട് തവണ ഞാനത് എടുത്തും ഒട്ടിച്ചൊക്കെ കളിച്ചിട്ടോ. ഒരു തവണ അങ്ങ് ചെയ്തു, 2ാമത്തതൊക്കെ ആയപ്പോൾ പിന്നെ സെറ്റായി. പിന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഫസ്റ്റ് ഏത് ഒട്ടിക്കണം, ഏത് ഒട്ടിച്ചാൽ ഏതിൻ്റെ മേലെ വരൂല, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തു വന്നപ്പം സംഭവം സെറ്റാണ്. പക്ഷെ അത്യാവശ്യം ടൈം നമ്മുടെ കയ്യിലുണ്ടാവണം. പിന്നെ മുഴുവൻ വീഡിയോ കണ്ടാലേ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. കാരണം ചുമ്മാ കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കറക്റ്റ് ഇതൊരു 3D ലുക്ക്. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
പിന്നെ അടുത്തത് എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ, എനിക്കും വെറൈറ്റീസ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. ഒരുപാട് കണ്ട ഐറ്റംസ് തന്നെ ചെയ്യുമ്പോൾ അതൊരു ചടപ്പല്ലേ. അപ്പോൾ പുതിയ പുതിയ ഐറ്റംസ് ചെയ്യാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചപ്പോൾ തന്നെ വീടിൻ്റെ ഉൾവശം ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് കറണ്ട് ഒന്ന് പോയി വന്നിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ASMR ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. പക്ഷെ പുറത്തത്തെ വണ്ടീൻ്റെ ശബ്ദങ്ങളും കാരണങ്ങളൊക്കെ കൊണ്ട് ASMR നടന്നില്ല. പിന്നെ ഇതിൽ ഈ കുട്ടീനെ വെക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എങ്ങനെ വെച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല. ഇടയ്ക്ക് വെക്കുമ്പോൾ കുട്ടി വീഴാൻ പോയ പോലെ തോന്നി, ഇടയ്ക്ക് വെച്ചപ്പോൾ കുട്ടി ആകെ ചരിഞ്ഞ പോലെ തോന്നി. അങ്ങനെ കുറേ തവണ അങ്ങോട്ടും എടുത്തും വെച്ചൊക്കെ കളിച്ചപ്പോഴാണ് അതൊന്ന് ലെവലായി കിട്ടിയത് കേട്ടോ. സ്റ്റിക്കർ നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പിന് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്നെ ആ ഒരു സ്റ്റിക്കർ പല സൈഡിലേക്കും ചെരിച്ചും മറിച്ചൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ അതൊരു കറക്റ്റ് പൊസിഷനിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു 3D ലുക്ക് കിട്ടൂല കേട്ടോ. അങ്ങനെ നമ്മളത് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇനി പന്നിക്കുട്ടനെ കൂടി വെക്കാനുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ഹാർട്ടൊക്കെ വെച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലാസ്റ്റ് സ്റ്റിക്കർ. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ബെസ്റ്റ് സപ്പോർട്ടറെ തിരഞ്ഞെടുക്കാൻ ഇനി 10 ദിവസം കൂടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.